റോഷിവാൾ, മറ്റൊരു ഗുരുതരമായ വെളിപ്പെടുത്തൽ ഇന്നലെ ഉണ്ടായത് ചലച്ചിത്ര അക്കാദമി ചെയർമാന് എതിരെയുള്ളതായിരുന്നു. ഒരു ബംഗാളി നടി നൽകിയ ഒരു ആരോപണം. ആ വെളിപ്പെടുത്തൽ അത് അതീവ ഗൗരവമായി തന്നെ കാണേണ്ടിയിരിക്കുന്നു. വലിയ സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ നടപടിയുമായി പരാതിയുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രീലക മിത്രയുടെ ഈ തീരുമാനം. എന്താണ് ആ പരാതി നൽകാൻ തീരുമാനിക്കുക? എന്താണ് അവർ നേരിട്ട ഏറ്റവും വലിയ ദുരനുഭവം എന്ന് ചൂണ്ടിക്കാട്ടുന്നു? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, അത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ നേരത്തെ ഈ ആരോപണം ഇവർ ഉയർത്തിയതാണ്. ആ ആരോപണം കൂടുതൽ വ്യക്തമായി ഉയർത്തുകയും ആരോപണവുമായി പരസ്യമായി രംഗത്ത് വരികയും ചെയ്തതാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. അവർ ഉന്നയിച്ച ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് പ്രധാനപ്പെട്ടത്. കാരണം പരസ്യമായി ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ പരാതി നൽകും എന്ന് ഈ സിനിമാ താരത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ സംവിധായകൻ ഇന്നലെ പറയുകയും ചെയ്തു. ആ ഒരു സാഹചര്യത്തിൽ ഇനി പരാതി വന്നു കഴിഞ്ഞാൽ അതിൽ നടപടിയിലേക്ക് സർക്കാർ പോകേണ്ടി വരും. ആ സമയത്ത് ഈ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പദവിയിൽ നിന്നും ഈ രഞ്ജിത്തിനെ മാറ്റുമോ എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വലിയ വിമർശനവും ഈ കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തി കഴിഞ്ഞു. KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കം ഈ രഞ്ജിത്തിനെ പുറത്താക്കണമെന്ന ആവശ്യവുമായി രംഗത്തെത്തി. ഏതായാലും വരും മണിക്കൂറുകളിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രധാന ആയുധങ്ങൾ, ആവനാഴിയിലെ പ്രധാന ആയുധങ്ങളിൽ ഒന്ന് ഈ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം കൂടിയാകും. കാരണം ഇടതുപക്ഷ സഹയാത്രികനായ രഞ്ജിത്തിനെതിരെ ലഭിച്ച ആയുധത്തെ അത് പരമാവധി ഉപയോഗിക്കാനുള്ള ശ്രമം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകും. സ്വാഭാവികമായും സർക്കാർ വീണ്ടും പ്രതിക്കൂട്ടിലാവും, വീണ്ടും പ്രതിരോധത്തിലാവുന്ന ഒരു കാഴ്ചയാകും ഇന്ന് കാണാൻ കഴിയുക. റോഷിപാൽ, ഇതിനോടകം തന്നെ പ്രതിരോധത്തിലാണ് സർക്കാർ ഈ സിനിമാ മേഖലയിലെ ഈ ഹെമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. എന്തായാലും ഇപ്പോൾ രഞ്ജിത്തിനെതിരെ കൂടി ഒരു ആരോപണം ഉയർന്ന് ഇന്നലെ വന്നതാണ് ഈ ഒരു പ്രതികരണം. ഇന്നലെ മുതൽ ഈ വിഷയം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രതികരണം ഇതുമായി സർക്കാർ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടോ? എന്തെങ്കിലും തരത്തിൽ രഞ്ജിത്തിനെതിരെ നടപടി ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? രഞ്ജിത്തിനെതിരെ നടപടിക്കുള്ള സാധ്യത കൂടുതലാണ്. കാരണം ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയതടക്കം അത് LDF-നകത്ത് CPM-നകത്ത് തന്നെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. മന്ത്രിസഭയിലെ വ്യത്യസ്ത അഭിപ്രായം നമ്മൾ കണ്ടതാണ്. ഈ റിപ്പോർട്ട് പുറത്തു വന്ന് അതിൽ ഇത്രയും വലിയ കുറ്റകൃത്യം, സംസ്ഥാനത്തെ ഏറ്റവും വലിയ വരുമാനമുള്ള തൊഴിൽ മേഖല, ആ തൊഴിൽ മേഖലയിൽ ഇത്രയേറെ വനിതകൾ ചൂഷണം അനുഭവിച്ചു എന്ന വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടുന്ന സംഗ്രഹം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഭാഗം പുറത്തു വന്നിട്ടും അതിൽ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.